ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിത് നല്ല സോഫ്റ്റ് ഡോണറ്റ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ചെറിയ ചൂടുള്ള ഒരു അരക്കപ്പ് പാലിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 എഗ്ഗ്, ഒരു പിഞ്ച് ഉപ്പ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ഇതിൽ ബട്ടറും എഗ്ഗും റൂം ടെമ്പറേച്ചറിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. 3 മണിക്കൂറിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതെടുത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അളവിനനുസരിച്ച് അതൊരു ബൗൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ശേഷം നമ്മൾ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു മൂടിൻ്റെ അടപ്പോ നമ്മളടുത്ത് എന്താ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഓരോന്നും ഒരു ഷേപ്പാക്കി എടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. 15 മിനിറ്റിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ നമുക്ക് ഓരോന്നും പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കാം. എൻ്റെ അടുത്ത് ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണുള്ളത്. 100 ഗ്രാം കോമ്പൗണ്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്പ്രിങ്കിൾസ് വെച്ചിട്ട് നന്നായി ഗാർണിഷ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, പോരായ്മകളുണ്ടാവും. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബൈ.